നമസ്കാരം. NDAയിൽ എടുക്കാച്ചരക്കായി മാറിയതോടെയാണ് BDJS മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഈ ചിന്ത വന്നപ്പോൾ പാർട്ടി തടയിടും, പോകണ്ട എന്ന നിലപാട് എടുക്കുമെന്നായിരുന്നു BDJSന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ കൂട്ടലും കിഴിക്കലും ഒക്കെ ആകെ അങ്ങ് പിഴച്ചു. ഇതോടെയാണ് വെള്ളാപ്പള്ളി നടേശന് പിണറായി സ്നേഹം അങ്ങ് മൂർച്ഛിച്ചത്. ഇപ്പോ BDJSനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്നത് ചാഞ്ഞ കൊമ്പാണ്. അപ്പൊ പിന്നെ പിടിച്ചു കയറാം എന്ന നിലപാടിലാണ്. എന്നാൽ അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷം വിളമ്പുന്ന നാവ് വിനയാവുകയാണ്. LDFിനൊപ്പം നിൽക്കുന്നവരാണെങ്കിലും BDJSനെ നിലയ്ക്കു നിർത്തേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും മുന്നണിയിലെ പ്രധാന കക്ഷിക്കെന്ന നിലയിൽ CPMനുണ്ട് എന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വെള്ളാപ്പള്ളി നടേശനെ ലക്ഷ്യമിട്ട് പരസ്യമായി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ചേർത്ത് പിടിച്ചോളൂ, പക്ഷേ വെള്ളാപ്പള്ളിയെ നിലയ്ക്ക് നിർത്തണം എന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉടലെടുത്തത്. തദ്ദേശത്തിൽ വോട്ടുപോയതിന്റെ പ്രധാന കാരണം നേതാക്കളുടെ അമിതമായ നടേശൻ സ്നേഹമെന്നും CPMൽ പരക്കെ ഒരു വിമർശനമുണ്ട്. ഈ വിമർശനം ശക്തിയാകുന്നതിനിടെയാണ് തലസ്ഥാനത്തെ ജില്ലാ ഘടകം വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കാനുള്ള ആവശ്യം ഉയർത്തുന്നത്. CPMനൊപ്പം നിന്ന് എന്തും വിളിച്ചു പറയാമെന്നൊരു അഹങ്കാരമാണ് വെള്ളാപ്പള്ളിക്കെന്ന് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരെ നിയന്ത്രിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മപ്പെടുത്തലും ഉണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ചോരാൻ പ്രധാന കാരണം നേതാക്കളുടെ ഈ വെള്ളാപ്പള്ളി സ്നേഹമാണ്. എന്നാൽ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ എന്തിനകറ്റി നിർത്തണമെന്ന ചോദ്യവും എതിരെ ഉയർത്തുന്നുണ്ട്. ചേർത്ത് നിർത്തുകയാണെങ്കിലും വിമർശനത്തിനും തിരുത്തലിനും ആരും അതീതരല്ല. തിരിച്ചടിച്ച് വെള്ളാപ്പള്ളിയെ വിമർശിച്ചവരും ഇത് വാദിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി വേദിയിലെത്തിയത് തെറ്റായി എന്നും ജില്ലാ കമ്മിറ്റി വിമർശനമുയർന്നു. ഇതിലൊക്കെ തെറ്റു കാണുന്നത് ശരിയല്ലെന്നും കേരളത്തിൽ എല്ലാ രാഷ്ട്രീയമായും കാണരുതെന്നാണ് അഭിപ്രായം. മലപ്പുറത്തിനെതിരെയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ഇക്കാര്യം പാർട്ടി നേരത്തെയും വിലയിരുത്തിയിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കെതിരെ മുഖ്യമന്ത്രിയോ CPM സംസ്ഥാന സെക്രട്ടറിയോ ഒന്നും പറയുകയോ തിരുത്തുകയോ ശാസിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ വിഷയം ചർച്ചയ്ക്കിട്ടത്. SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളിയുടെ ബുദ്ധിയിൽ പിറവികൊണ്ട ആ രാഷ്ട്രീയ പാർട്ടി അതിന്റെ ആരംഭം മുതൽ പ്രവർത്തിച്ചു വരുന്നത് BJP മുന്നണിയിലാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു മുന്നണിയിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത പാർട്ടിയാണ് BDJS എന്നാണ് ഇടതുപക്ഷ ചിന്തകർ പോലും വ്യക്തമാക്കുന്നത്. തരാതരം പോലെ കണ്ടം മാറി കളിക്കുന്ന BDJSനെ എങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്താം എന്നാണ് പൊതുവായി ഉയരുന്ന ഒരു ചോദ്യം. മാത്രമല്ല BDJSനെ അടുപ്പിച്ചാൽ ആ പാർട്ടി നശിച്ച് നാറാണക്കല്ല് പിടിക്കുമെന്ന് പരക്കെ ഒരു സംസാരമുണ്ട്.